കൂട്ടുകാരെ ചന്ദ്രകാന്തം പുതിയൊരു വഴിത്തിരിവിലേക്ക് കഥ ഇങ്ങനെ പോവുക കേട്ടോ. കഥ ഭയങ്കരമായിട്ട് ബോറാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗൗതവും നന്ദയും എന്താ പറയാ, നന്ദയ്ക്ക് ഇനി സഹിക്കാൻ ഇതിൽ കൂടുതലൊന്നും ഇല്ല. കാരണം നമ്മുടെ വല്യമ്മ അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യവരത്തിൽ എടുത്തിരിക്കുന്നത്. നന്ദയ്ക്ക് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ് നമ്മുടെ വല്യമ്മ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് നമ്മുടെ പിങ്കിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ഗൗതമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നമ്മുടെ ഇന്ത്യവരത്തിലെ ഒരാൾക്ക് പോലും നമ്മുടെ പിങ്കിക്ക് വീണ്ടും മറ്റേ സൂഖിയായിട്ട് തുടങ്ങി എന്നുള്ളൊരു കാര്യം ഇതുവരെ ആർക്കും മനസ്സിലായില്ല എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുന്നു കേട്ടോ. ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന നമ്മുടെ പിങ്കി വലിയ പുണ്യാളത്തെയാണ്, അർജുനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഇന്ത്യവരത്തിൽ എല്ലാവരുടെയും എന്താ പറയുക വിചാരം. പക്ഷേ നന്ദയ്ക്ക് ഇപ്പോൾ പിടികിട്ടി. കാരണം നന്ദ പറയുന്നുണ്ട് അവൾക്ക് സതുദ്ദേശമായിരുന്നെങ്കിൽ, നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട് അവൾക്ക് നല്ലൊരു ഉദ്ദേശമായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ ചുമക്കുമ്പോൾ എന്നെയാണ് അവൾ കൂടുതൽ അടുത്ത് നിർത്തേണ്ടത്. കാരണം ഞാനാണല്ലോ അമ്മ, അപ്പൊ ഞാനായിട്ടാണ് അവൾ കൂടുതൽ അടക്കേണ്ടത്. പകരം എന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഗൗതം സാറിനെ മാത്രം അവൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ വട്ട തീരുമാനം നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട്. അപ്പൊ ഗൗതം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നന്ദ, അതൊക്കെ നിന്റെ തോന്നലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗൗതമിന്റെ ഒരു ബുദ്ധിയില്ലായ്മ. ഇത്ര വലിയ IPS കാരനാണ്, ഇത്ര വലിയ കള്ളന്മാരെ പിടിക്കുന്നു, അത് പിടിക്കുന്നു, ആ കേസ് തെളിയിക്കുന്നു, ഈ കേസ് തെളിയിക്കുന്നു. പക്ഷെ സ്വന്തം വീട്ടിലെ ആ ഒരു കൊടും ചതിയത്തിയുടെ മുഖം അത് വീണ്ടും വീണ്ടും കുറെ ക്രൂരതകൾ ഗൗതമിന്റെയും നന്ദയുടെ ജീവിതത്തിൽ എറിഞ്ഞിട്ട് കൊടുത്തവളാണ് ഈ പിങ്കി. അപ്പൊ വീണ്ടും ഇങ്ങനത്തെ ഒരു തന്റെ പേരിൽ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് നമ്മുടെ ഗൗതമിന് മനസ്സിലാകാത്തത് തികച്ചും എന്താ പറയാ ഭയങ്കര പ്രേക്ഷകരുടെ ഇടയിൽ ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാട്ടോ. നമ്മുടെ ഗൗതമിന് പൊട്ടനാണോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ, നന്ദനെ പിന്നെയും ചതിക്കുവാനുള്ള തീരുമാനമാണോ എന്നൊക്കെ എന്താ പറയാ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. കാരണം അത്രയ്ക്കും പൊട്ടനെ പോലെയാണ് നമ്മുടെ ഗൗതം ഇപ്പോൾ അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദ പറയുന്നുണ്ട്, ഇല്ല ഇത് എന്റെ നാശത്തിലേക്കുള്ള പോകാണ്, എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്, എനിക്കിപ്പോ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതം അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ പിങ്കി അർജുനെ മാത്രമല്ലേ സ്നേഹിച്ചിരുന്നത്, ഞാനിപ്പോ അവളുടെ മനസ്സിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ പൊട്ടൻ ഇങ്ങനെ കിടന്ന് പൊട്ടം കളിക്കുക. അപ്പത്തേക്കാണെങ്കിൽ നന്ദ ഭയങ്കര കരച്ചിലില്ല, ഇതെന്റെ ജീവനം കൊണ്ട് ഈ ജീവിതം നശിപ്പിക്കാനുള്ള പോക്കാണെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. അത് മാത്രമാണ് ഏക ഒരു ആശ്വാസം. അവളുടെ ലക്ഷ്യം എന്തോ ആകട്ടെ, പക്ഷെ മറുഭാഗത്ത് ഞാനല്ലേ നന്ദ, ഞാൻ നിന്നെ മാത്രമല്ലേ സ്നേഹിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദയെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതൊരു ആശ്വാസം ദൈവമേ, അതെങ്കിലും നമ്മുടെ ഗൗതം ചെയ്തല്ലോ അല്ലെ. അപ്പൊ ആ ഒരു രംഗം മാത്രമാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഏക ഒരു ആശ്വാസം. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിക്കും മനസ്സിലായി നമ്മുടെ ഗിരിജയുടെ ഉദ്ദേശം വേറെയാണ്. അപ്പൊ നമ്മുടെ ഗിരിജയോട് നേരിട്ട് വന്ന് നമ്മുടെ ലക്ഷ്മി വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി പിങ്കിയെ നോക്കാൻ വന്നതാണെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി, ഇവിടത്തെ കാര്യങ്ങളിൽ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കരുത്. ഇനി പ്രസവിക്കില്ല എന്നുള്ള നന്ദി ഇവിടെ നിന്നും പടിയിറക്കി ആ ഒരു സ്ഥാനത്തേക്ക് പിങ്കി എങ്ങാനും കയറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ നമ്മുടെ ഗിരിജയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. ഇവിടത്താണെങ്കിൽ വേറൊരു പുതിയ അവതാരം ഇന്നത്തെ എപ്പിസോഡിൽ പിറവിയെടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രകാന്തത്തില്. ഇനി അത് ആരാണോ ആവോ, മിക്കവാറും നമ്മുടെ പവിത്രക്കിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഇന്നത്തെ ആ ഒരു ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അയാൾ വന്നിട്ട് ഇങ്ങനെ കൈനോട്ടക്കാരനാട്ടോ, ഞാൻ കരുതി വലിയൊരു സംഭവമായിരിക്കും, ഞാൻ അർജുന്റെ അച്ഛനായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഊഹിച്ചത്. പക്ഷെ ആരുമല്ല, വെറും ഒരു കൈനോട്ടക്കാരൻ മാത്രമാണ്. അപ്പൊ അയാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ രണ്ടാമതൊരു വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെയൊക്കെ നെഞ്ചിലൊരു തീയാണ്, ദൈവമേ പിങ്കി ആയിരിക്കും, ഗൗതമിനെ തന്നെ കെട്ടാനായിരിക്കും, അതായിരിക്കും ഇയാൾ പ്രവചിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ പിങ്കിയുടെ പേരും പറയുമ്പോൾ ഇയാൾ പറയും പിങ്കിയും മങ്കിയും ഒന്നും അല്ല, വേറൊരു പെണ്ണാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പവിത്ര ഇങ്ങനെ അവിടെ നിന്നും അമ്മയെന്നും പറിച്ച് ഓടി വരുന്നുണ്ടാവും. നമ്മുടെ മോഹിനിയോടും ലക്ഷ്മിനോടുമാണ് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ പവിത്ര കയറി വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതാണ് ആള് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പവിത്രയാണെങ്കിൽ ഈ കൈനോട്ടക്കാരനെ കണ്ടപാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇയാളെ ഇങ്ങനെ സാധാരണ കാണുമ്പോൾ ഞെട്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പവിത്ര ഭയങ്കരമായിട്ട് പേടിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇനി പവിത്രയുടെ പഴയ വല്ല എന്താ പറയാ ലവർ ആണോ, ഇനി ഇയാളുമായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കഥ പോകെ കണ്ടു തന്നെ അറിയണുണ്ട്. അപ്പൊ കഥ വേറൊരു ട്രാക്കിലോട്ട്, ഇപ്പൊ പവിത്രയുടെ ട്രാക്കിലോട്ട് ഇപ്പൊ തിരിഞ്ഞിരിക്കുക കേട്ടോ കഥ. ഇനി എന്തെല്ലാം കാണണോ എന്തോ, ചന്ദ്രകാന്തം ആയതുകൊണ്ടേ നമുക്കൊന്നും എന്താ പറയാ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഥ വേറൊരു ലെവലിലോട്ടൊക്കെ മോശമായിക്കൊണ്ട് തന്നെ പോവുക, അത് തന്നെ പറയാലോ, എടുത്ത് തന്നെ പറയാം. എന്തായാലും നമുക്ക് നോക്കാൻ വല്ല പ്രതീക്ഷ ഉണ്ടാകുമോ ആവോ, കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ.